KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. നബിദിന അവധി സംബന്ധിച്ച സർക്കാരിന് സമസ്തയുടെ നിവേദനം. നബിദിന അവധി 24-നേക്ക് മാറ്റി. ഡീസൽ വില വർധന പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്ന് പെട്രോളിയം മന്ത്രി M വീരപ്പ മൊയ്ലി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ വിശ്വസ്തർക്കെതിരായ നടപടി മാറ്റിവെച്ചു. തീരുമാനം അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടാകുമെന്ന് പ്രകാശ് കാരാട്ട്. സൗഖ്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിക്ക് ബോധക്ഷയം. മഅദനിയെ മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റി. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശത്തിന് ഒറ്റ സെസ്. പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. നീതിന്യായ വ്യവസ്ഥയിൽ കോളിളക്കം സൃഷ്ടിച്ച കടൽക്കൊലക്കേസ് കേരളം പുറത്താകും. വാർത്തകൾ വിശദമായി. ഡീസൽ വില വർധന പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്ന് പെട്രോളിയം മന്ത്രി M വീരപ്പ മൊയ്ലി പറഞ്ഞു. ലോകത്ത് ഏറ്റവും കുറഞ്ഞ വിലക്ക് ഡീസൽ വിൽക്കുന്ന രാജ്യം ഇന്ത്യയാണെന്നും വിലവർധന പിൻവലിച്ചാൽ ധനക്കമ്മി വർദ്ധിച്ച് രാജ്യം പാപ്പരാകുമെന്നും മൊയ്ലി അവകാശപ്പെട്ടു. ഡീസൽ വില എല്ലാ മാസവും വർദ്ധിപ്പിക്കാനും വലിയ ഉപഭോക്താക്കളിൽ നിന്ന് മാർക്കറ്റ് വില ഈടാക്കാനുമുള്ള തീരുമാനം പൊതുമേഖലാ സ്ഥാപനങ്ങളെയടക്കം നേരിട്ട് ബാധിച്ചു തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് പെട്രോളിയം മന്ത്രിയോട് നിലപാട് ആരാഞ്ഞത്. വില കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന് വീരപ്പ മൊയ്ലി വ്യക്തമാക്കി. മണ്ണെണ്ണയുടെയും പാചകവാതകത്തിന്റെയും വില വൻതോതിൽ വർദ്ധിപ്പിക്കാൻ സമ്മർദ്ദമുണ്ടായിട്ടും സാധാരണക്കാരെ കൂടുതൽ ബാധിക്കാനിടയുള്ളതുകൊണ്ടാണ് അതിന് മുതിരാത്തതെന്ന് മന്ത്രി ജയ്പൂരിൽ പറഞ്ഞു. Diesel is concerned, this is a report from the Vijay Kelkar, and this has been going on even during the days of NDA, that there should be a deregulation of the diesel. And ultimately the country will become the bankrupt. ഡീസലിന്റെ വില നിയന്ത്രണം എടുത്തുകളയണമെന്ന ആവശ്യം NDA കാലം മുതൽ ഉള്ളതാണെന്നും ഡീസലിന് ഭാഗികമായെങ്കിലും നിയന്ത്രണമുള്ള ഏകരാജ്യം ഇന്ത്യയാണെന്നും മൊയ്ലി അവകാശപ്പെട്ടു. ഡീസൽ ഇനിയും വില കുറച്ച് വിറ്റാൽ ധനക്കമ്മി ഉയർന്ന് രാജ്യം പാപ്പരാകുന്ന അവസ്ഥയുണ്ടാകും. വിദേശ കമ്പനികൾ ഇവിടെ നിക്ഷേപത്തിന് തയ്യാറാകാത്ത സ്ഥിതിയുണ്ടാകുമെന്നും മൊയ്ലി കൂട്ടിച്ചേർത്തു. എണ്ണ കമ്പനികൾ പെട്രോൾ വില ലിറ്ററിന് 25 പൈസ കുറക്കുകയും ഡീസലിന് 50 പൈസ വർദ്ധിപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ പുതുക്കിയ നിരക്ക് വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. ഇതനുസരിച്ച് കൊച്ചിയിൽ പെട്രോളിന് 69 രൂപ 15 പൈസയും ഡീസലിന് 50 രൂപ 6 പൈസയുമായിരിക്കും. സബ്സിഡിയില്ലാത്ത ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില 46 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചതോടെ കേരളത്തിൽ സിലിണ്ടറിന് 980 രൂപയായിരിക്കും പുതിയ വിലയെന്ന് എണ്ണക്കമ്പനികൾ അറിയിച്ചു. ജില്ലകളിൽ എക്സൈസ് തീരുവ അനുസരിച്ച് നേരിയ വില വ്യത്യാസമുണ്ടാകും. എന്നാൽ പാചകവാതക ഏജൻസികൾക്ക് ഇതു സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് ചെന്നൈയിലെ മുഖ്യ ആസ്ഥാനത്തുനിന്ന് നൽകിയിട്ടില്ല. സബ്സിഡി ആനുകൂല്യമുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 6 നിന്ന് 9 ആക്കിയിട്ടുണ്ട്. ഡീസലിന് വില വർദ്ധിപ്പിച്ച കേന്ദ്ര നടപടിക്കെതിരെ കടുത്ത വിമർശനവുമായി ധനമന്ത്രി KM മാണി. സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമായ നടപടി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. തത്വദീക്ഷയില്ലാത്ത ഡീസൽ വില വർദ്ധിപ്പിക്കുന്ന നടപടിയിൽ നിന്ന് കേന്ദ്രം പിൻവാങ്ങണം. വിലവർധന KSRTCയുടെ ഭാരം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. റീറ്റെയിൽ ഉപഭോക്താവെന്ന നിലയിൽ നിന്ന് മൊത്ത ഉപഭോക്താവാകുക വഴി KSRTC ലിറ്ററിന് 11 രൂപ 53 പൈസ കൂടുതൽ നൽകേണ്ടിവരും. സൗഖ്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിയെ തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റി. മഅദനിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും 24 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. കണ്ണ് ചികിത്സയ്ക്കായി മഅദനിയെ ഇന്ന് അഗർവാൾ കണ്ണാശുപത്രിയിലേക്ക് മാറ്റാനിരിക്കുകയായിരുന്നു. പ്രമുഖ റെറ്റിന വിദഗ്ധയായ ഡോക്ടർ നീരയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ അദ്ദേഹത്തെ പരിശോധിക്കാനിരുന്നത്. ഒരാഴ്ചയിലേറെയായി മഅദനി സൗഖ്യ ഹെൽത്ത് സെന്ററിൽ ചികിത്സയിലാണ്.
VS അച്യുതാനന്ദന്റെ വിശ്വസ്തർക്കെതിരായ നടപടി CPM നേതൃത്വം മാറ്റിവെച്ചു. VSന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് A. സുരേഷ്, പ്രസ് സെക്രട്ടറി K. ബാലകൃഷ്ണൻ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി VK ശശിധരൻ എന്നിവരെ പുറത്താക്കാനുള്ള സംസ്ഥാന സമിതി തീരുമാനം അംഗീകാരത്തിനായി കേന്ദ്ര കമ്മിറ്റി പരിഗണിച്ചില്ല. പോളിറ്റ് ബ്യൂറോയിലുണ്ടായ കടുത്ത അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് തീരുമാനം നീട്ടിവെച്ചത്. തീരുമാനം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു. സീതാറാം യെച്ചൂരിയും ബംഗാൾ നേതാക്കളുമാണ് VSനെ പിന്തുണച്ചത്. താൽക്കാലികമായാണെങ്കിലും VS അച്യുതാനന്ദന് മുന്നിൽ CPMന്റെ സംസ്ഥാന നേതൃത്വം ഒരിക്കൽ കൂടി മുട്ടുമടക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഭൂമിദാന കേസിലെ കുറ്റപത്രം താൽക്കാലികമായി ഒഴിഞ്ഞുപോയതിനൊപ്പം വിശ്വസ്തരെ സംരക്ഷിക്കാൻ കഴിഞ്ഞതും VS അച്യുതാനന്ദന് നേട്ടമായി. ഭൂമിദാന കേസിൽ കുറ്റപത്രം കിട്ടിയാൽ VS അച്യുതാനന്ദന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുമെന്നായിരുന്നു CPM നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ആ പ്രതീക്ഷയും നശിച്ചപ്പോഴാണ് 2 വർഷം പഴക്കമുള്ള വാർത്താ ചോർത്തൽ കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടി പൊടിതട്ടിയെടുത്തത്. VS അച്യുതാനന്ദന്റെ വിശ്വസ്തരെ പുറത്താക്കി പ്രഹരമേൽപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അത് തനിക്കെതിരെയുള്ള നടപടിയായി ധരിച്ച് VS പാർട്ടിക്കെതിരായാൽ അത് താങ്ങാനുള്ള ശേഷി ഇപ്പോൾ പാർട്ടിക്കില്ലെന്ന് ബോധ്യപ്പെടുത്തുകയാണ് പോളിറ്റ് ബ്യൂറോയിലെ ഒരു വിഭാഗം ചെയ്തത്. ഇതിനൊപ്പം വിശ്വസ്തരെ വെട്ടാതിരിക്കാൻ TP ചന്ദ്രശേഖരൻ കേസ് VS ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു. കേസിലുൾപ്പെട്ടവരെക്കുറിച്ച് പാർട്ടി സ്വന്തമായി അന്വേഷിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. വിശ്വസ്തരെ പുറത്താക്കിയാൽ അക്കാര്യം ചോദ്യം ചെയ്യാൻ VS അച്യുതാനന്ദൻ തീരുമാനിച്ചിരുന്നു. കേസിന്റെ വിചാരണ തുടങ്ങിയ ഘട്ടത്തിൽ ഇത്തരമൊരു നീക്കമുണ്ടായാൽ പാർട്ടിക്ക് അത് കൂടുതൽ ക്ഷീണമുണ്ടാക്കും. ഇതെല്ലാം പരിഗണിച്ചാണ് VSന്റെ വിശ്വസ്തരെ തൽക്കാലം സഹിക്കാമെന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. ആകെയുള്ള ആശ്വാസം സംസ്ഥാന സമിതി എടുത്ത പുറത്താക്കൽ തീരുമാനം പാർട്ടി ഔദ്യോഗികമായി പരസ്യപ്പെടുത്തിയിരുന്നില്ല എന്നത് മാത്രമാണ്. മുമ്പ് KM ഷാജഹാന്റെ കാര്യത്തിൽ എടുക്കാതിരുന്ന താൽപര്യം ഇപ്പോൾ 3 പേരുടെയും കാര്യത്തിൽ VS അച്യുതാനന്ദൻ എടുത്ത് അവസാനം വരെ പോരാടി എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന് അംഗീകാരം നൽകണമോ എന്ന കാര്യം അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ പരിഗണിക്കൂവെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. കൊൽക്കത്തയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി. കേരള സർക്കാരിന്റെ ശക്തമായ നിലപാടുകൊണ്ട് മാത്രം പ്രതികളെ നിയമത്തിന് വരുതിയിലാക്കാൻ സാധിച്ച കടൽക്കൊലക്കേസ് സുപ്രീംകോടതി വിധിയിലൂടെ പുതിയ വഴിത്തിരിവിൽ. വിചാരണ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നില്ലെന്നതും കേസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ FIR റദ്ദാക്കിയിട്ടില്ലെന്നതും ആശ്വാസകരമെങ്കിലും കേസിന്റെ ഇനിയുള്ള ഗതിയിൽ നിന്ന് കേരളം പുറത്താകുന്നുവെന്നത് ആശങ്കയുണർത്തുന്നു. ശക്തമായ അടിത്തറയിൽ കേരളം കെട്ടിപ്പൊക്കിയ വാദമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിൽ ഇതുവരെയുണ്ടാക്കിയ മുന്നേറ്റം എത്രത്തോളം തുടരാനാകുമെന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഇനി പ്രോസിക്യൂഷൻ ഭാഗത്ത് കേന്ദ്ര സർക്കാർ അവരോധിക്കപ്പെടുന്നതോടെ ഏത് ദിശയിലാകും കേസിന്റെ ഗതിയെന്ന് കണ്ടറിയേണ്ടിവരും. തുടക്കം മുതലേ പ്രതികളായ ഇറ്റാലിയൻ നാവികർക്കെതിരെ ശക്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇന്ത്യൻ സമുദ്രാതിർത്തിക്കകത്താണ് വെടിവെപ്പ് നടന്നതെന്ന വാദം കോടതിയിൽ അവതരിപ്പിച്ച് വിജയിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിക്കും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസിഫലിക്കും കഴിഞ്ഞിരുന്നു. പിറവം ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടിയായതോടെ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും പൂർണ്ണ സഹായവും കോടതിയിൽ പോരാടാൻ ഇവർക്ക് ഊർജം പകർന്നു. കപ്പൽ വിട്ടുകൊടുക്കണമെന്നും പ്രതികളായ ഇറ്റാലിയൻ നാവികർക്കെതിരായ FIR റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളെ സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ ശക്തമായി എതിർത്തു. എന്നാൽ കേന്ദ്ര സർക്കാർ ആകട്ടെ പലപ്പോഴും മൌനമാണ് അവലംബിച്ചത്. ഇത് പലപ്പോഴും കോടതിയുടെ വിമർശനത്തിനുമിടയാക്കി. സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നതും ഇറ്റലിയുടെ ആവശ്യങ്ങളോട് അടുത്തു നിൽക്കുന്നതുമായിരുന്നു കേന്ദ്ര നിലപാട്. ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറത്തുവച്ച് നടന്ന സംഭവത്തിൽ കേസെടുക്കാൻ ഇന്ത്യയിലെ ഏജൻസികൾക്ക് നിയമപരമായി അധികാരമില്ലെന്ന വാദമാണ് ഇറ്റലി ഹൈക്കോടതിയിൽ ഉയർത്തിയിരുന്നത്. സംഭവം നടന്ന സമുദ്രഭാഗവുമായി ഏറ്റവും അടുത്ത പ്രദേശം കേരളമായതിനാൽ കേസെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്ന ശക്തമായ വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ബോട്ടുകൾക്കു നേരെ ഇന്ത്യൻ സാമ്പത്തിക ജലാതിർത്തിക്കകത്ത് അക്രമമുണ്ടാവുകയും 2 പേർ മരിക്കുകയും ചെയ്ത സംഭവത്തിൽ കേസെടുക്കാനും ക്രിമിനൽ നടപടി തുടരാനും അധികാരമുണ്ടെന്ന വാദമുയർത്തി സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ വിജയിക്കാനായി. അതേസമയം വെടിവെപ്പുണ്ടായത് ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറത്താണെന്നായിരുന്നു കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. കേസ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നതോടെ സംസ്ഥാന സർക്കാരിന് കോടതിയിൽ പങ്കാളിത്തമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുകയെന്നാണ് സൂചനകൾ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസിക്യൂഷൻ അതേപോലെ തന്നെ സ്പെഷ്യൽ കോടതി ഡൽഹിയിലെ സ്പെഷ്യൽ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നും അവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും ഇപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ നാവികരെ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കേസിന്റെ തുടർവഴികളിൽ കേന്ദ്ര സർക്കാരിന്റെ മാത്രം നിലപാടാകും ഇനി നിർണായകമാവുക.
9 വർഷത്തോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചി സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യത്തിലേക്ക്. പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ കൈമാറിയ 246 ഏക്കർ ഭൂമിക്കും ഒറ്റ സെസ് ലഭിക്കണമെന്ന ആവശ്യത്തിൽ ടീകോം ഉറച്ചുനിന്നതാണ് പദ്ധതി അനിശ്ചിതമായി നീളാൻ കാരണമായത്. എന്നാൽ ഒറ്റ സെസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച 3 അപേക്ഷകൾ തള്ളിയ കേന്ദ്ര സെസ് അപ്രൂവൽ ബോർഡ് ഒടുവിൽ തടസ്സങ്ങളെല്ലാം നീക്കി ഒറ്റ സെസിന് അനുമതി നൽകി. അതോടെ രാജ്യത്തെ ആദ്യ സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണം 4 മാസത്തിനകം ആരംഭിക്കുമെന്ന സൂചനയും ദുബായ് ടീകോം നൽകി കഴിഞ്ഞു. 2004 തുടക്കമിട്ട പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ 90,000 തൊഴിലവസരവും 1,800 കോടിയുടെ നിക്ഷേപവുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും 9 വർഷത്തിനിടെ ഒന്നും നടപ്പാക്കാൻ കഴിയാതെ പദ്ധതി ചുവപ്പുനാടയിൽ കുടുങ്ങി. IT മേഖലയിൽ വൻ അവസരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിവാദങ്ങളെല്ലാം തട്ടിമാറ്റി കാക്കനാട് 246 ഏക്കർ ഭൂമി സ്മാർട്ട് സിറ്റിക്ക് കൈമാറിയത്. എന്നിട്ടും നിർമ്മാണ ജോലികൾ തുടങ്ങാൻ ടീകോം തയ്യാറായില്ല. 1.5 വർഷം മുമ്പ് 136 ഏക്കറിന് ഒറ്റ സെസ് പദവി ലഭിച്ചിട്ടും മുഴുവൻ ഭൂമിക്കും സെസ് ലഭിക്കാതെ നിർമ്മാണം ആരംഭിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ ദുബായ് ടീകോം എത്തിയതോടെ സംസ്ഥാന സർക്കാരും നിസ്സഹായരായി. ഇതിനിടെ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കം പല തലങ്ങളിൽ നിന്നുണ്ടായെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലും മധ്യസ്ഥ ചർച്ചകളും അനിശ്ചിതത്വം ഒഴിവാക്കി. എന്നിട്ടും ഒറ്റ സെസിന്റെ പേരിൽ പദ്ധതി വൈകിപ്പിക്കാനായിരുന്നു ടീകോം ശ്രമിച്ചത്. ഒടുവിൽ എല്ലാ കടമ്പകളും അതിജീവിച്ച് സ്മാർട്ട് സിറ്റി ആവശ്യപ്പെട്ട ഒറ്റ സെസ് പദവിയും സംസ്ഥാന സർക്കാർ ലഭ്യമാക്കി. പദ്ധതി പ്രദേശത്തെ രണ്ടാക്കി നദി ഒഴുകുന്നതായിരുന്നു ഒറ്റ സെസിനെതിരായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയ തടസ്സം. ഒടുവിൽ 2 പ്രദേശത്തെയും ബന്ധിപ്പിച്ച് കടമ്പ്രയാറിന് കുറുകെ പാലം നിർമ്മിക്കാമെന്ന നിർദ്ദേശം സംസ്ഥാനം മുന്നോട്ടുവച്ചതോടെയാണ് ഇന്നലെ ഡൽഹിയിൽ ചേർന്ന സെസ് അപ്രൂവൽ ബോർഡ് ഒറ്റ സെസ് എന്ന ആവശ്യത്തിന് അനുമതി നൽകിയത്. 2012 ഏപ്രിലിൽ സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ട നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു ടീകോം സംസ്ഥാനത്തിന് ഉറപ്പു നൽകിയിരുന്നത്. 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. തടസ്സങ്ങൾ അതിജീവിച്ചതോടെ നിശ്ചിത സമയത്ത് തന്നെ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സ്മാർട്ട് സിറ്റി കൊച്ചി മാനേജിംഗ് ഡയറക്ടർ ബാജു ജോർജ് പറഞ്ഞു. പദ്ധതി സംബന്ധിച്ച് വിശദീകരിക്കാൻ ടീകോം കൊച്ചിയിലും ദുബായിലും ശില്പശാല സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 31-ന് കൊച്ചിയിൽ നടക്കുന്ന ആദ്യ ശില്പശാലയിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും പങ്കെടുക്കുമെന്നും ബാജു ജോർജ് പറഞ്ഞു. 4 വയസ്സുള്ള നഴ്സറി വിദ്യാർത്ഥിനിക്ക് സ്കൂൾ ബസ്സിൽ പീഡനം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടു മടങ്ങുകയായിരുന്ന കുട്ടിയെ ബസ് ജീവനക്കാരാണ് പീഡിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് കണ്ടക്ടറായ 35-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിലാണ് കേസിനാസ്പദമായ സംഭവം. അവസാന സ്റ്റോപ്പിലിറങ്ങേണ്ട കുട്ടി ബസ്സിൽ ഒറ്റക്കായ സമയത്താണ് കണ്ടക്ടർ പീഡിപ്പിച്ചത്. കുട്ടി മാതാപിതാക്കളോട് വിവരം പറഞ്ഞതിനെ തുടർന്നാണ് സംഭവം പുറത്തായത്. സംഭവത്തിൽ ബസ് ഡ്രൈവർക്കും പങ്കുണ്ടോയെന്ന് അന്വേഷിക്കുന്നതായി പോലീസ് അറിയിച്ചു. കുട്ടി ബസ്സിൽ ആക്രമിക്കപ്പെടുന്നതായി കണ്ടില്ലെന്നും ശബ്ദമൊന്നും കേട്ടില്ലെന്നുമാണ് ഡ്രൈവറുടെ മൊഴി. അതേസമയം ബസ്സിൽ അധ്യാപികയോ സ്കൂളിലെ മറ്റ് ജീവനക്കാരോ ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. സ്കൂൾ ബസ്സുകളിൽ അധ്യാപകരോ ഉത്തരവാദപ്പെട്ട സ്കൂൾ ജീവനക്കാരോ ഉണ്ടാകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശമുണ്ട്. ഇതേക്കുറിച്ച് സ്കൂൾ അധികൃതരും പോലീസും വ്യത്യസ്ത മറുപടിയാണ് നൽകുന്നത്. അതിർത്തിയിലെ പ്രശ്നങ്ങളിൽ മന്ത്രിതല ചർച്ചയ്ക്ക് പാകിസ്ഥാന്റെ സമ്മർദ്ദം. ചർച്ചയ്ക്കുള്ള പാകിസ്ഥാന്റെ നിർദ്ദേശം ഇന്ത്യ സ്വീകരിക്കണമെന്ന് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷണർ സൽമാൻ ബഷീർ പറഞ്ഞു. എന്നാൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുക എന്നത് ഇവിടെ ഫാഷനായി മാറിയിരിക്കുകയാണെന്നും TV ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ സൽമാൻ ബഷീർ പറഞ്ഞു. അതിർത്തിയിലെ പ്രശ്നങ്ങളിൽ മന്ത്രിതല ചർച്ച വേണമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഹിന റബ്ബാനി ഖർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ചർച്ചയ്ക്കുള്ള പാകിസ്ഥാന്റെ നിർദ്ദേശത്തോട് ഉടൻ പ്രതികരിക്കേണ്ടെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. നിയന്ത്രണ രേഖയിൽ വെടിവെപ്പ് ആവർത്തിക്കുകയാണെങ്കിൽ പാകിസ്ഥാനുമായി പഴയ നിലയ്ക്കുള്ള ബന്ധം സാധ്യമല്ലെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിൽ ലൈക്ക് ചെയ്തതുമൂലം രാജ്യദ്രോഹ കേസിൽ അന്വേഷണം നേരിടുന്ന പ്രവാസി യുവാവിന്റെ അനുഭവം ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും ചടഞ്ഞുകൂടിയിരിക്കുന്നവർക്ക് പാഠമാണെന്ന് വിലയിരുത്തൽ. എറണാകുളം ഏലൂർ സ്വദേശിയും ദുബായിൽ മുനിസിപ്പൽ ജീവനക്കാരനുമായ KH മുഹമ്മദ് അലിയാണ് ഫേസ്ബുക്കിൽ പാകിസ്ഥാൻ ലൈക്ക് ചെയ്തതിന്റെ പേരിൽ പുലിവാൽ പിടിച്ചിരിക്കുന്നത്. ഐ ലവ് പാകിസ്ഥാൻ എന്ന ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്തു. ദേശീയപാതയ്ക്കു നേരെ അനാദരവ്, ദേശദ്രോഹപരമായ സന്ദേശമയക്കൽ തുടങ്ങി ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് 2012 സെപ്റ്റംബറിലാണ് കൊച്ചി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഏലൂർ പോലീസ് മുഹമ്മദ് അലിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. UAEയിൽ ജോലി ചെയ്യുന്ന പ്രതിക്ക് പാകിസ്ഥാൻകാരായ സഹപ്രവർത്തകരുമായി അടുത്ത ബന്ധമുണ്ടെന്നും അതിനാൽ ദേശദ്രോഹ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമുണ്ടാവാം എന്നുമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഏലൂർ SIക്ക് നൽകിയ നിർദ്ദേശത്തിലെ പരാമർശം. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഹമ്മദ് അലി അഭിഭാഷകനായ KK അഷ്കർ മുഖേന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്.
ഏതായാലും കിട്ടുന്ന പോസ്റ്റുകളിലെല്ലാം മുമ്പിൽ നോക്കാതെ ലൈക്കടിക്കുകയും ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇതൊരു പാഠമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. മാസങ്ങൾക്ക് മുമ്പ് ട്വിറ്ററിലൂടെ പ്രവാചകനെന്ന് നടത്തിയ സൗദി എഴുത്തുകാരൻ ഹംസ കഷ്ഗരിയെ മലേഷ്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് സൗദിക്ക് കൈമാറിയിരുന്നു. പല പത്രങ്ങളുടെയും ഇന്റർനെറ്റ് എഡിഷനുകൾ കഷ്ഗരി എഴുതിയ വാക്കുകൾ അതേപടി പ്രസിദ്ധീകരിച്ചിരുന്നു. മലയാളികളടക്കം പല പ്രവാസികളും ആ വാക്കുകൾ ഫേസ്ബുക്കിലൂടെയും മറ്റും ഷെയർ ചെയ്തിരുന്നു. ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സാമൂഹിക പ്രവർത്തകർ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതും പ്രവാചക നിന്ദയിൽ പെടുമെന്നാണ് ഇതിന് കാരണമായി അവർ പറഞ്ഞത്. അതേസമയം ഫേസ്ബുക്ക് മലയാളികൾക്കിടയിൽ വർഗീയത വളർത്തുന്നതായി പുതുതായി നടത്തിയ സർവേയിൽ പറയുന്നു. മലയാളികൾക്കിടയിൽ വർഗീയ ധ്രുവീകരണത്തിന് ഫേസ്ബുക്ക് ഒരു പ്രധാന കാരണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണെന്ന് കണ്ണൂർ സർവകലാശാല മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വിഭാഗം മലയാളികൾക്കിടയിൽ നടത്തിയ സർവേയിലാണ് ചൂണ്ടിക്കാട്ടുന്നത്. സർവേയിൽ പങ്കെടുത്ത 54% പേർ ഈ അഭിപ്രായക്കാരാണ്. ഇന്നത്തെ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഇന്ന് പവന് 80 രൂപ കുറഞ്ഞ് 22,800 രൂപയായി. ഗ്രാമിന് 10 രൂപയാണ് കുറഞ്ഞത്. ഒരു ഗ്രാമിന് 2,850 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ബുധനാഴ്ച പവന് 200 രൂപ വർദ്ധിച്ച് 23,000-ലെത്തിയ വില വ്യാഴാഴ്ച മാറ്റമില്ലാതെ തുടർന്ന ശേഷം ഇന്നലെ 120 രൂപ കുറഞ്ഞ് 22,880 രൂപയിലെത്തുകയായിരുന്നു. 2 ദിവസം കൊണ്ട് വിലയിൽ 200 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. 24,240 രൂപയാണ് സ്വർണ്ണവിലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. പോക്കുതോൽക്കും പോർവീതികളിൽ നാക്കുകൾ വിജയം കൊയ്യും. വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. ഹജ്ജ് ഉംറ കമ്പനികളുടെ ലൈസൻസ് അപേക്ഷകൾ പഠിക്കുന്നതിന് ഹജ്ജ് ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സമിതി രൂപവൽക്കരിച്ചു. സമർപ്പിച്ച അപേക്ഷകൾ ലൈസൻസിന് നിശ്ചയിച്ച നിബന്ധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ടോയെന്ന് സമിതി പരിശോധിച്ചു വരികയാണെന്നും ഇതിന്റെ ഫലം ഉടനെ പ്രഖ്യാപിക്കുമെന്നും ഹജ്ജ് മന്ത്രി ഡോക്ടർ ബന്ദർ ഹിജാർ പറഞ്ഞു. മക്ക മദീന എക്സ്പ്രസ് റോഡിലെ ഹജ്ജ് തീർത്ഥാടകർക്കായുള്ള കേന്ദ്രം പരിശോധിച്ച ശേഷം വാർത്താലേഖകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ഉംറ കമ്പനികൾക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള സംവിധാനം നിലവിൽ നിർത്തലാക്കിയിട്ടുണ്ട്. മന്ത്രിസഭയിലെ വിദഗ്ധ പാനൽ ഇതിന് പുതിയ വ്യവസ്ഥകൾ നിശ്ചയിക്കുന്ന കാര്യം പഠിച്ചുവരികയാണ്. അതിന്റെ പ്രഖ്യാപനം വന്നാൽ ഉടനെ മന്ത്രാലയം നടപ്പിലാക്കുമെന്നും ഹജ്ജ് മന്ത്രി പറഞ്ഞു. തീർത്ഥാടകർക്കുള്ള കേന്ദ്രത്തിലെ സൌകര്യങ്ങൾ മന്ത്രി പരിശോധിച്ചു. ആവശ്യമായ വികസനം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ഹജ്ജ് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ മന്ത്രിയെ അനുഗമിച്ചു. കടുത്ത ശീതക്കാറ്റിന്റെ തണുപ്പിൽ സുൽത്താനേറ്റ് വിറക്കുന്നു. ഒമാനിൽ 2 ദിവസം കൂടി കടുത്ത ശൈത്യം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ജബൽ ഷംസിൽ 1 ഡിഗ്രി സെൽഷ്യസും ജബൽ അഖ്ദർ, സൈബ് എന്നിവിടങ്ങളിൽ 4 ഡിഗ്രിയുമാണ് കഴിഞ്ഞ ദിവസം അന്തരീക്ഷോഷ്മാവ് രേഖപ്പെടുത്തിയത്. ഇബ്ര, ഫഹൂദ്, ജബൽ ഖമർ, ഹൈമ എന്നിവിടങ്ങളിൽ 7 ഡിഗ്രിയായി ഊഷ്മാവ് താഴ്ന്നു. തലസ്ഥാനമായ മസ്കത്തിൽ 15 ഡിഗ്രി സെൽഷ്യസായിരുന്നു ഇന്നലെ താപനില. കടുത്ത തണുപ്പിനെ നേരിടാൻ കമ്പിളി വസ്ത്രങ്ങളും തൊപ്പിയുമണിഞ്ഞാണ് ജനങ്ങൾ പുറത്തിറങ്ങിയത്. സുൽത്താനേറ്റിന്റെ മിക്ക ഭാഗങ്ങളിലും 20 ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞ താപനിലയാണ് ഇന്നലെ രാവിലെ 7 മണിക്ക് അനുഭവപ്പെട്ടത്. സംഘടനാ വാർത്തകൾ. നബിദിനം പ്രമാണിച്ച് പൊതു അവധി 24ലേക്ക് മാറ്റി. അവധി ജനുവരി 25-ന് ആയിരിക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്.
നബിദിനം ജനുവരി 24 ആചരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ബന്ധപ്പെട്ട സംഘടനകളും മതപണ്ഡിതരും അറിയിച്ച സാഹചര്യത്തിൽ 25 നബിദിനം പ്രമാണിച്ചുള്ള പൊതു അവധി 24 മാറ്റുകയാണെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നബിദിനം പ്രമാണിച്ച് 24 അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് SYS സമസ്ത നേതാക്കൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ജമ്മു കാശ്മീരിലെ കപ്വാര ബാരമുല്ല ജില്ലയിലേക്ക് 53ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് 2 A ഗ്രേഡുകൾ. കോഴിക്കോട് കാരന്തൂർ മർക്കസ് സ്കൂളിലെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളായ ആസിഫ് അഷ്റഫ് ഖാൻ, മിഹ്റാജുദ്ദീൻ ഷെയ്ഖ് എന്നിവരാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉറുദു പ്രസംഗ മത്സരത്തിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയത്. മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആസിഫ് അഷ്റഫ് ഖാൻ 5 വർഷം മുമ്പാണ് പഠിക്കാനായി മർക്കസിലെത്തിയത്. കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ മജ്പുരയിലാണ് വീട്. പിതാവ് മുഹമ്മദ് അഷ്റഫ് ആപ്പിൾ കൃഷിക്കാരനാണ്. മർക്കസ് +2 പഠിക്കുന്ന മിഹ്റാജുദ്ദീൻ ഷെയ്ഖ് 7 വർഷം മുമ്പാണ് പഠിക്കാൻ മർക്കസിലെത്തിയത്. കഴിഞ്ഞ വർഷവും ഉറുദു പ്രസംഗ മത്സരത്തിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനക്കാരനായിരുന്നു. ബാരാമുല്ല ജില്ലയിലെ നാദിഹല്ലിലാണ് താമസം. പിതാവ് വലിയ മുഹമ്മദ് ഷെയ്ഖ് കൃഷിക്കാരനാണ്. കാരന്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ PKC മുഹമ്മദും KV അഹമ്മദുമാണ് ഇരുവർക്കും പരിശീലനം നൽകുന്നത്. മലയോര മേഖല ഇസ്ലാമിക് ദേവാ സമിതിയുടെ നേതൃത്വത്തിൽ മീലാദ് ക്യാമ്പയിൻ 2013 ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി തിരുവമ്പാടി ടൌണിൽ വിളംബര റാലി സംഘടിപ്പിച്ചു. ക്യാമ്പയിനിൽ ഹുബ് റസൂൽ പ്രഭാഷണങ്ങൾ, കലാസാഹിത്യ മത്സരങ്ങൾ, സ്വലാത്ത് സമർപ്പണം എന്നിവയാണ് നടക്കുന്നത്. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിന്റെ പ്രവർത്തനം തമിഴ്നാട്ടിൽ ഊർജിതപ്പെടുത്താൻ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമാക്കാനും ക്ഷേമനിധി ബോർഡ്, മഹല്ല് സർവീസ് രജിസ്ട്രേഷൻ എന്നിവ ഏർപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. കോയമ്പത്തൂർ മർക്കസുൽ ഹിദായ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് MA റഹീം ബാക്കവി അധ്യക്ഷത വഹിച്ചു. N അബ്ദുൽ ഹക്കീം ഹിംദാദി ഉദ്ഘാടനം ചെയ്തു. SGM നീലഗിരി ജില്ലാ പ്രസിഡന്റ് CKM പാടന്ത്ര പ്രാർത്ഥന നടത്തി. മദ്രസ മുഅല്ലിമുകൾക്കും വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഖുർആൻ പാരായണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും നിസ്കാരം, വുളു, തയമ്മം എന്നിവ സമഗ്രമായി പഠിക്കുന്നതിനും സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് തയ്യാറാക്കിയ നിസ്കാരം ഖുർആൻ വീഡിയോ CD പ്രകാശനം ചെയ്തു. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ 20 സൂക്തങ്ങൾ തജ്വീദ് നിയമപ്രകാരം ശബ്ദഭംഗിയോടെ പാരായണം ചെയ്യുന്ന ദൃശ്യാവിഷ്കാരവും വുളു, തയമ്മവും, നിസ്കാരം എന്നിവയുടെ നിയമങ്ങളും കർമ്മങ്ങളും നേരിൽ കണ്ടുപഠിക്കാനും മദ്രസകളിൽ പ്രായോഗിക പഠനത്തിന് ഉപയോഗപ്പെടുത്താനും ഉതകുന്ന വിധത്തിലാണ് CD തയ്യാറാക്കിയിട്ടുള്ളത്. CD ദൃശ്യാവിഷ്കാരം പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് ആണ് സംവിധാനം ചെയ്തത്. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ VM കോയ മാസ്റ്റർ, കൊണ്ടോട്ടി റേഞ്ച് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സെക്രട്ടറി അബ്ദുൽ അസീസ് സഖാഫി പുല്ലാരക്ക് കോപ്പി നൽകി പ്രകാശനം ചെയ്തു. SSF സംസ്ഥാന പ്രതിനിധി സമ്മേളനം നാളെ തലശ്ശേരിയിൽ സമാപിക്കും. സമാപന സമ്മേളനം 5 മണിക്ക് ആരംഭിക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് തുറാബത്തങ്ങൾ സഖാഫി, N അലി അബ്ദുള്ള സാഹിബ്, അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. പ്രതിനിധി സമ്മേളനത്തിൽ ഇന്ന് SSFന് പുതിയ സാരഥികൾ നേതൃത്വമേറ്റു. SSFന്റെ പുതിയ സംസ്ഥാന ഭാരവാഹികളായി അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി പ്രസിഡന്റും അബ്ദുൽ കലാം മാവൂർ ജനറൽ സെക്രട്ടറിയും ഇസ്ഹാഖ് തേക്കുമൂറി ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. മടവൂർ വിഭാഗം മൗലവിയുടെ അബദ്ധവാദങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ചെറുവാടി അങ്ങാടിയിൽ നാളെ ആദർശ വിശദീകരണ സമ്മേളനം നടക്കും. SYS SSF യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് മുഖ്യ പ്രഭാഷണം നടത്തും. KMIC വാർത്തകൾ. ആഗോളതലത്തിൽ ഒരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർത്തുകൊണ്ട് KMIC ചരിത്രം രചിച്ചു. ഇക്കഴിഞ്ഞ മർക്കസ്, കുണ്ടൂർ ഉറൂസ്, ഷാർ മുബാറക്ക്, ദർശനം എന്നീ സമ്മേളനങ്ങളിലാണ് KMIC TVയിൽ അവിശ്വസനീയമായ സന്ദർശക പ്രവാഹം. ഇന്നലെ രാത്രിയോടെയാണ് KMIC ടെക്നിക്കൽ വിഭാഗം KMIC TV വിസിറ്റേഴ്സ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ബെയ്ലക്സ് വഴി 2000-ഓളം പേർക്ക് സമ്മേളനങ്ങൾ വീക്ഷിക്കാൻ KMIC സൗകര്യമൊരുക്കിയിരുന്നു. കൂടാതെ സുന്നി ഓൺലൈൻ റേഡിയോ, കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ വഴിയും 10,000-ഓളം പേരാണ് മർക്കസ് സമ്മേളനത്തിന് ശ്രോതാക്കളായി എത്തിയത്. എന്നാൽ ഈ സൗകര്യങ്ങളിൽ ഒതുങ്ങാത്ത ലക്ഷത്തോളം പ്രേക്ഷകർ സൈബർ ലോകത്ത് സമ്മേളനങ്ങൾ വീക്ഷിക്കാനെത്തിയെന്നാണ് KMIC ടെക്നിക്കൽ വിഭാഗം ഇന്നലെ പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയത് മർക്കസ് സമ്മേളന ദിവസങ്ങളിലാണ്. മർക്കസ് 35ാം വാർഷിക സമ്മേളനത്തിന്റെ 1ാം ദിവസമായ ജനുവരി 4-ന്
1,00,000-ഓളം പേരാണ് സന്ദർശകർ. 25,685 പേരാണ് KMIC ടിവിയിലൂടെ ഒന്നാം ദിവസം തത്സമയം പരിപാടികൾ വീക്ഷിച്ചത്. രണ്ടാം ദിവസമായി ജനുവരി 5-ന് 34,396 പേരാണ് KMIC ടിവി സന്ദർശിച്ചതെങ്കിൽ മർക്കസ് സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജനുവരി 6-ന് 1,00,000-ലധികം പേർ ടിവി സന്ദർശിക്കാനെത്തി. 59,093 പേരാണ് KMIC ടിവി വഴി മർക്കസ് സമാപന സമ്മേളനം വീക്ഷിച്ചത്. കുണ്ടൂർ ഉറൂസിന്റെ സമാപനവും ഷാർ മുബാറക് ദർശനവും വീക്ഷിക്കാൻ 1,00,000-ഓളം പ്രവർത്തകർ KMIC ടിവി ഉപയോഗപ്പെടുത്തി. എന്നാൽ ലക്ഷങ്ങൾ KMIC ടിവി ഉപയോഗപ്പെടുത്തിയത് 33ഓളം രാഷ്ട്രങ്ങളിൽ നിന്നാണെന്നതും കൗതുകമുണർത്തുന്നു. ഇന്ത്യ, സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, ഈജിപ്ത്, പാകിസ്ഥാൻ, ലബനാൻ, മലേഷ്യ, മൊസംബിക്, ചൈന, മൊറോക്കോ, സിംഗപ്പൂർ, പോളണ്ട്, നൈജീരിയ എന്നീ രാഷ്ട്രങ്ങൾക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും KMIC ടിവിക്ക് സന്ദർശകരെത്തിയത് ശ്രദ്ധേയമാണ്. ഓസ്ട്രേലിയ, യൂറോപ്പ്, ജപ്പാൻ, പോളണ്ട്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നും KMIC ടിവിക്ക് പ്രേക്ഷകരുണ്ട്. യൂറോപ്പിൽ നിന്നും 2,640 പേരാണ് KMIC ടിവി സന്ദർശിച്ചത്. ഇന്നലെ വരെ KMIC ടിവിക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെത്തിയ രാജ്യം ഇന്ത്യയാണ്. 67,365 പ്രേക്ഷകർ. രണ്ടാമതായി സൗദി അറേബ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ. 58,905 പ്രേക്ഷകർ. 37,410 പ്രേക്ഷകരുമായി UAE മൂന്നാം സ്ഥാനത്താണ്. കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ യഥാക്രമം 4, 5, 6, 7 സ്ഥാനങ്ങളിലാണ്. 33 രാഷ്ട്രങ്ങളിൽ നിന്നായി ഇന്നലെ വരെ 2,38,803 പ്രേക്ഷകരാണ് KMIC ടിവി ഉപയോഗപ്പെടുത്തിയത്. സാംസങ് ഗാലക്സി മൊബൈലുകൾക്ക് വേണ്ടി റിയാദിലെ MH അബ്ദുറഹ്മാൻ തയ്യാറാക്കിയ KMIC ടിവി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രവർത്തകർക്ക് കൂടുതൽ സൗകര്യപ്രദമായി. KMIC ടിവിയിലെ അവിശ്വസനീയമായ ഈ സന്ദർശക പ്രവാഹം KMICയുടെ പ്രധാന ചുവടുവെപ്പുകളിലൊന്നാണെന്ന് ടിവി കൺട്രോളേഴ്സ് മുജീബ് റഹ്മാൻ കുന്നംകുളം, ഇബ്രാഹിം കണ്ണമംഗലം, അഷ്ഫഖ് കൊല്ലം, അഫ്സൽ റഹ്മാൻ തുടങ്ങിയവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും KMIC ടിവിയുടെ ഉപയോഗം www.mobile.sunnyonlineclass.com, www.sunnymobile.com എന്നീ സൈറ്റുകളിൽ ലഭ്യമാണെന്ന് KMIC ടിവി കൺട്രോൾ റൂം അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നബിദിന അവധി സംബന്ധിച്ച സർക്കാരിന് സമസ്തയുടെ നിവേദനം. നബിദിന അവധി 24-നേക്ക് മാറ്റി. ഡീസൽ വില വർധന പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്ന് പെട്രോളിയം മന്ത്രി M. വീരപ്പ മൊയ്ലി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ വിശ്വസ്തർക്കെതിരായ നടപടി മാറ്റിവെച്ചു. തീരുമാനം അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടാകുമെന്ന് പ്രകാശ് കാരാട്ട്. സൗഖ്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിക്ക് ബോധക്ഷയം. മഅദനിയെ മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റി. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശത്തിന് ഒറ്റ സെസ്. പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. നീതിന്യായ വ്യവസ്ഥയിൽ കോളിളക്കം സൃഷ്ടിച്ച കടൽക്കൊലക്കേസ് കേരളം പുറത്താകും. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30-ന് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlineclass.com, www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.